ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ക്യാപ്സിക്കം, ചെറിയൊരു സവാള, ചെറിയൊരു ക്യാരറ്റ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇവയെല്ലാം കുനുകുനാന്ന് അരിഞ്ഞ് വെക്കുക. പിന്നെ നമ്മളിവിടെ ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും 1 സ്പൂൺ ഉപ്പും കൂടി നമ്മളിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്നത് പാസ്തയാണ്. ഈ നല്ലതായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് പാസ്ത നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് പാസ്ത നല്ലതായിട്ട് വെന്തെന്ന് ഉറപ്പാകുമ്പോൾ നമ്മളത് കോരി നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. അടുത്തതായിട്ട് ചെയ്യുന്നത് ഒരു പാൻ എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ബട്ടർ ഇടുക. ബട്ടർ ഉരുകി കഴിയുമ്പോൾ അതിനുള്ളിലേക്ക് 3 സ്പൂൺ മൈദയും ആവശ്യത്തിന് പാലും കൂടി ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ടൈമിൽ നമുക്ക് ഈ വെള്ളത്തിലിട്ട് വെച്ച പാസ്തയില്ലേ അത് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഒന്നും കൂടി മിക്സാക്കും. അടുത്തത് മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറികളില്ലേ അതും ഉപ്പും കോണും കൂടി ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചക്കറികളെല്ലാം നന്നായിട്ട് വഴന്ന് വന്ന ശേഷം മാറ്റി വെച്ചേക്കുന്ന പാസ്തയില്ലേ അതിനകത്തേക്ക് ഇട്ട് ഇവ ഒന്നും കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ചുകൂടി ടേസ്റ്റിക്ക് വേണ്ടിയിട്ട് പെപ്പർ പൗഡറും ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ വൈറ്റ് സോസ് പാസ്ത റെഡി. നല്ല ടേസ്റ്റി ഫുഡാണ് ഇത്. ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.